ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ലേസി സാറ്റർഡേ വ്ളോഗാണ്. അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേൽപ്പിച്ചത് ഈ ഒരു വ്യക്തിയാണ്. നമ്മൾ ഡെയിലി എഴുന്നേൽക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ജനലിൽ വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഡെയിലി വരും, എല്ലാ ദിവസവും വരും. വെറുതെ ഇങ്ങനെ കൊത്തി ഇരിക്കും. അത് അടുത്തൊരു ചെറിമരമുണ്ട്, അപ്പോൾ അതിൽ കായ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടും കക്ഷി. അപ്പോൾ എൻ്റെ ലേസി സാറ്റർഡേ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു ദിവസമാണ് സാറ്റർഡേ. അത് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകണ്ട, പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഫ്രൈഡേ തന്നെ ഒരു വിധപ്പെട്ട പണികളെല്ലാം തീർത്ത് വയ്ക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ശനിയാഴ്ച ഫുൾ ഡേ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ സാറ്റർഡേ ആയതുകൊണ്ടിട്ട് തന്നെ ഇവരെ അങ്ങനെ വിളിക്കാറുമില്ല, ഉറങ്ങട്ടെ എന്ന് ഓർക്കും. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അപ്പൂസുദേ ചേട്ടൻ്റെ മേത്തായി ബാക്കിയുള്ള ഉറക്കത്തിൽ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. എഴുന്നേൽക്കുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. രാവിലത്തെ ചായക്ക് പകരം ഇതൊക്കെയാണ് ഇപ്പോൾ കുടിക്കാറ്, ജീരകവെള്ളം. അപ്പോൾ രാവിലെ തന്നെ കഞ്ഞി വെച്ചു. പിന്നെ കറിക്കുള്ളതൊക്കെ ഞാൻ ഇന്നലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞി മാത്രം വെച്ചാൽ മതിയായിരുന്നു, അത് വെച്ചു. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി ഇത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അപ്പൂസിനെ പല്ലേപ്പിക്കാൻ പോവാണേ. അവൻ പേസ്റ്റ് ഉപയോഗിക്കില്ല, ഉമിക്കരിയ ഉപയോഗിക്കണേ. എൻ്റെ ബസന്തി മോനപ്പോൾ ഫുഡ് കഴിക്കുകയാണേ, ചപ്പാത്തിയും കറി. ഇത് കണ്ടില്ലേ, എപ്പോഴും അവൻ്റെ അടുത്ത് കാറുണ്ടാവും. കുളിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ. ഞാൻ അങ്ങനെ 2 ഉലുവണ്ടൊക്കെ കഴിച്ചു രാവിലെ. രാവിലത്തെ പരിപാടി കഴിഞ്ഞു. ഷീബാമ്മയുടെ വീട്ടിലേക്ക് പോവാണേ. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്താ വീട്. അപ്പോൾ അമ്മ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മയുടെ ചേച്ചിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചാള തലേ ദിവസം വെട്ടി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതങ്ങോട്ട് വറുത്തെടുത്തു. പിന്നെ അപ്പൂസിനെ ഇനി കുളിപ്പിക്കണം. ഇനിത്ത് കണ്ടിട്ടാരും ഞെട്ടിപ്പോവല്ലേ, എൻ്റെ ഒരു ഫേസ് പാക്കാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ അതൊക്കെ ഇട്ടങ്ങനെ നിന്ന് കുറച്ച് നേരം. അങ്ങനെ അപ്പൂസിൻ്റെ കുളി കഴിഞ്ഞു. സ്ലോ മോഷനിലൊരു വീഡിയോയും. അവനെ കുളിപ്പിച്ച് ഞാനൊരു സുന്ദര കുട്ടപ്പനൊക്കെ ആക്കി. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞു. നോക്കിക്കേ, ഞാൻ ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ആ ഒരു ഗ്ലോ ഫേസിൽ കിട്ടിയേക്കുന്നേ. അങ്ങനെ അപ്പൂസിന് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങൾ വെറുതെ ഇങ്ങനെ കിടന്നു. അങ്ങനെ പാവം എൻ്റെ അപ്പൂസ് കിടന്നുറങ്ങിപ്പോയി ഉച്ചയ്ക്ക്. അങ്ങനെ ഉറങ്ങാറില്ല, ഇത് പതിവില്ലാത്തതാണ്, എന്നാലും അങ്ങോട്ട് ഉറങ്ങിപ്പോയി പാവം എൻ്റെ മോൻ. അപ്പോൾ അങ്ങനെ ആ ഒരു മടിയുള്ള ദിവസത്തിൽ പകുതി ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞൂസിന് കൂട്ടിനൊരാളും കൂടെ വന്നു. അവരവിടെ സൈക്കിളൊക്കെ ഓടിച്ച് കളിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. അപ്പൂസിനൊരു ചായക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ചെന്നതാ. ചെക്കൻ്റെ മൂഡ് അത്ര ശരിയല്ല. ഇതിപ്പോൾ ഇവിടെ സ്ഥിരമുള്ള കലാപരിപാടിയാണ്, അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. പിന്നീട് കുറച്ചേരം ഞങ്ങൾ പഠിക്കാനൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും അപ്പൂസിൻ്റെ മൂഡ് അപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇന്ന് വലിയ പാചക പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അടുക്കളയും അതുപോലെ കുറച്ച് അലമ്പായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ എൻ്റെ ലേസി സാറ്റർഡേ ഇവിടുത്തെ പരിസമാപ്തി ആവുകയാണ്. ഞാൻ നൈറ്റൊരു തുളസി കറുവപ്പട്ട ഡ്രിങ്കാണ് കുടിക്കുന്നത്. ഞാൻ ഡ്രിങ്കും കൊണ്ട് വന്നപ്പോൾ കുഞ്ഞൂസിൻ്റെ അടുത്ത് ഒരു കളി പറഞ്ഞു. ബസ് എന്നാണ് ഈ കളിയുടെ പേര്. അതായത് നമ്മൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ തോറ്റു. എന്തായാലും അവൻ പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഇരുന്നേക്കാം എന്ന് കരുതിയിട്ട് ഞാനും കൂടെ ആ കളിക്ക് കൂടി. ഞാൻ തോറ്റോ ജയിച്ചോ എന്ന് നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ലേസി ഡേ ഇവിടെ അങ്ങനെ തീരുകയാണ്. സാധാരണ സാറ്റർഡേ വലിയ പണികളൊന്നും ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല, അല്ലെങ്കിലേ പണിയെടുക്കുന്നത് വലിയ മടിയാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ സാറ്റർഡേ അങ്ങനെ യാതൊരു വിധ പണികളും ഇല്ലാത്ത എൻ്റെ ഒരു ലേസി ഡേ ഇവിടെ അങ്ങനെ തീർന്നു. എന്തായാലും എന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് താങ്ക്സ് എ ലോട്ട്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബസ്
41, 42, 43, 44, 45, 40.